നമ്മൾ കരുതുന്നത് പോലെ ഈ എന്തൊക്കെയോ ചില വക്രബുദ്ധികൾ ഉപയോഗിച്ച് ഒരാളെ ഒരു ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് വിജയത്തിലേക്ക് നയിക്കുന്ന ആളല്ല ചാണക്യൻ. നിങ്ങൾ ഇന്നത്തെ കാലത്തെ നേതാക്കന്മാർക്ക് ചാർത്തി കൊടുക്കുന്ന ഈ ചാണക്യൻ എന്ന് പറയുന്ന പട്ടത്തിന്റെ വാല്യൂ മനസ്സിലാക്കണം. വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. താങ്ക് യു. ഈ ബുദ്ധിയുടെ രാക്ഷസൻ എന്ന് പറയുന്നത് ചാണക്യനാണ്. ചാണക്യ തന്ത്രങ്ങൾ, ഇത് തന്ത്രങ്ങളാണോ കുതന്ത്രങ്ങളാണോ? യഥാർത്ഥത്തിൽ ചാണക്യൻ ആരായിരുന്നു എന്നൊന്ന് പറഞ്ഞു തരൂ. ചാണക്യൻ എന്ന് പറയുന്നത് നമുക്ക് ഭാരതീയ പാരമ്പര്യത്തിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള ആചാര്യന്മാരുണ്ട്. ഇപ്പോൾ ഓരോ കൺസെപ്റ്റിനും ഭാരതത്തിന് അതിൻ്റേതായിട്ടുള്ള ആചാര്യന്മാരുണ്ട്. ഇപ്പോൾ ഈവൻ പുരാണങ്ങളൊക്കെ എഴുതിയത് വ്യാസൻ ആണെന്ന് പറയുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത് നമുക്ക് ചരകനെ പോലുള്ള ആളുകളുണ്ട്. നമുക്ക് ജ്യോതിശാസ്ത്ര രംഗത്ത് നമുക്ക് ആര്യഭട്ടനെ പോലുള്ള ആളുകളുണ്ട്. നമുക്ക് രാഷ്ട്രമീമാംസ പൊളിറ്റിക്കലായിട്ടുള്ള അപ്രോച്ച് ഭാരതത്തിൻ്റെ അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ആചാര്യനാണ് യഥാർത്ഥത്തിൽ ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേരുകളെക്കുറിച്ച് പോലും സംശയങ്ങളുണ്ട്. വിഷ്ണുഗുപ്തൻ എന്നും ചാണക്യൻ എന്നും കൗടില്യൻ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ചാണക്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് രാഷ്ട്രമീമാംസ പൊളിറ്റിക്കലായിട്ടുള്ള വ്യൂ ഭാരതത്തിന് പറഞ്ഞു കൊടുത്ത ഏറ്റവും വലിയ ആചാര്യന്മാരിൽ ഒരാളാണ് ചാണക്യൻ. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് വേണ്ടതിനും വേണ്ടാത്തതിനും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയക്കാരുൾപ്പെടെയുള്ള ആളുകൾ ചില സമയത്ത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ ചെയ്യുന്ന ചില ആക്ഷൻസിനൊക്കെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ചാണക്യതന്ത്രം. അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലെ ചാണക്യനാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ചാണക്യനാണ് ഈ നേതാവ് ആ നേതാവ് എന്നൊക്കെ നമ്മൾ പൊതുവിൽ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിലുള്ള ചാണക്യൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം അല്ലെങ്കിൽ നീതിശാസ്ത്രം പോലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ചാണക്യൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹമാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. ഇപ്പം നമ്മൾ പറയില്ലേ, കിങ്ങിനല്ല പ്രാധാന്യം, കിങ് മേക്കറുകൾക്കാണ് ഇന്ന് വാല്യൂ കൂടുതലും. അക്കാലത്ത് ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കിങ് മേക്കർ ആയിരുന്നു ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം ഒരു താഴ്ന്ന ചുറ്റുപാടിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം ആദ്യം പ്രവർത്തിച്ചിരുന്ന ഒരു രംഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് ഒരു തിരിച്ചടി ഉണ്ടാവുകയും അദ്ദേഹത്തെ ചന്ദ്രഗുപ്ത മൗര്യൻ കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന മനുഷ്യനെ ചക്രവർത്തിയായിട്ട് മാറ്റിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാണക്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ കിട്ടുകയാണെങ്കിൽ ആ മൊഡ്യൂളിനെ എങ്ങനെ സക്സസ് ആക്കി മാറ്റാം എന്ന് ഭാരതത്തിന് കാണിച്ചു കൊടുത്ത ആളാണ് ചാണക്യൻ. നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ ഓരോ കോട്ടുകളോ ശ്ലോകങ്ങളോ എടുത്തൊന്നും വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ചില സന്ദർഭങ്ങൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചാണക്യൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ള നിരവധിയായിട്ടുള്ള കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം പറയാം. അപ്പം ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വൈസറാണ്. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെയൊക്കെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് അജിത് ഡോവൽജിയൊക്കെ ഉണ്ടല്ലോ. അതേപോലെ രാഷ്ട്രതന്ത്രത്തിൽ ചന്ദ്രഗുപ്ത മൗര്യനായിട്ടുള്ള ചക്രവർത്തിയുടെ ഏറ്റവും സെക്കൻഡ് ഇൻ കമാൻഡ് എന്നുള്ള ക്യാബിനറ്റ് റാങ്ക് ഹോൾഡ് ചെയ്യുന്ന ആളാണ് ചാണക്യൻ. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരിക്കൽ ഒരു ചൈനീസ് സഞ്ചാരി വന്ന കഥ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ചൈനീസ് സഞ്ചാരി വന്നപ്പോൾ അദ്ദേഹം ഒരു വിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ വെളിച്ചത്തിലിരുന്ന് രാജാവിന് കൊടുക്കേണ്ട എന്തോ ഒരു കത്തോ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഞ്ചാരിയോട് ചാണക്യൻ പറഞ്ഞു, ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങ് കാത്തിരിക്കണം എന്ന് പറയുകയും അദ്ദേഹം ഇത് എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം ഈ എഴുതിക്കൊണ്ടിരുന്ന വിളക്ക് അദ്ദേഹം അണച്ചു. അതിനടുത്ത് വേറൊരു ചെറിയ വിളക്കുണ്ടായിരുന്നു. അത് അദ്ദേഹം കത്തിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയും ഇദ്ദേഹത്തോട് വന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ആ സമയത്ത് ഈ ചൈനീസ് സഞ്ചാരി വളരെയധികം കൗതുകത്തോടു കൂടി ചാണക്യനോട് ചോദിച്ചു, അത്രേ, അങ്ങ് എന്നെ കാണാൻ വന്നപ്പോൾ എന്തിനാണ് ആ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വെളിച്ചം അണച്ചത്? ഭാരതത്തിൽ അങ്ങനെ ഒരു ആചാരമുണ്ടോ? ഒരു സഞ്ചാരിയോ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്ന സമയത്ത് നിലവിലുള്ള ഒരു വിളക്ക് അണച്ചതിന് ശേഷം മറ്റൊരു വിളക്ക് കൊളുത്തി അയാളെ സ്വീകരിക്കുന്ന രീതിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചത്രേ. അതിന് ചാണക്യൻ കൊടുക്കുന്ന ഉത്തരം, ഞാൻ നിങ്ങൾ വരുന്ന സമയത്ത് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള എൻ്റെ ഡ്യൂട്ടികളിൽ പെടുന്ന ഒരു കാര്യമാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുള്ള ആ വിളക്കിലൊഴിക്കാനുള്ള എണ്ണ എനിക്ക് ലഭിക്കുന്നത് എൻ്റെ രാജ്യത്തിൽ നിന്നാണ്. നേരെ മറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇതെൻ്റെ സ്വകാര്യമായിട്ടുള്ള ആവശ്യമാണ്, അല്ലേ? ഇവിടെ രാജ്യത്തിന് ധനം പാഴാക്കേണ്ട യാതൊരു സ്ഥിതിയും ഉണ്ടാവരുത്. അത് എൻ്റെ വിളക്കിൽ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുള്ള എണ്ണ കത്തിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചാണക്യൻ പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അങ്ങനെ കരുതുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ചാണക്യൻ, അല്ലേ? നമ്മൾ കരുതുന്നത് പോലെ ഈ എന്തൊക്കെയോ ചില വക്രബുദ്ധികൾ ഉപയോഗിച്ച്
ഒരാളെ ഒരു ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് വിജയത്തിലേക്ക് നയിക്കുന്ന ആളല്ല ചാണക്യൻ. അദ്ദേഹം കൃത്യമായിട്ടുള്ള രാജ്യസ്നേഹം എന്തെന്ന് മനസ്സിലാക്കിയ, തന്നെ താനാക്കി മാറ്റാൻ സഹായിച്ച രാജാവിനോട് ഏറ്റവും കൂടുതൽ കടപ്പാടുണ്ടായിരുന്ന ആളാണ്. ഒരു കള്ളൻ വന്നതും ഇതേപോലെ പറയാറുണ്ട്. ചാണക്യൻ ഉറങ്ങുന്ന സമയത്ത് ഒരു കള്ളൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നത്രേ. അപ്പോൾ ചാണക്യനെ നോക്കിയ സമയത്ത് അദ്ദേഹം ഒരു കീറിയ കമ്പിളി പുതച്ചുകൊണ്ട് അവിടെ കിടന്നുറങ്ങുന്നത് കണ്ടു. തൊട്ടടുത്തായിട്ട് തന്നെ അടുത്ത മുറിയിൽ വലിയ പുതിയ കമ്പിളിക്കെട്ടുകൾ അടുക്കി അടുക്കി വെച്ചതായിട്ട് കണ്ടത്രേ. അപ്പം ഇദ്ദേഹം ഈ പുതിയ കമ്പിളിക്കെട്ടുകൾ എടുത്ത് മോഷ്ടിച്ച് അവിടെ നിന്ന് പോകാൻ നേരത്തെ ചാണക്യൻ ഇദ്ദേഹത്തെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കീറിയ കമ്പിളി വെച്ച് പുതച്ച് കിടക്കുന്നത്? ഇത്രയധികം വലിയ നല്ല വില കൂടിയ കമ്പിളികൾ ഇവിടെ ഉണ്ടായിട്ടും എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? അദ്ദേഹം ഇതേ മറുപടിയാണ് പറയുന്നത്, ഇതെൻ്റെ സ്വന്തം കമ്പിളിയാണ്, മറ്റേതിൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള കമ്പിളിയാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ടാവുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ വയനാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ ഒരു ജനവിഭാഗം ഇപ്പോഴും അനുഭവിക്കുന്ന രീതി ഇന്നലെ കൂടി നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. അവർക്ക് കൊടുക്കുന്ന ധാന്യങ്ങളിൽ പുഴുവരിക്കുന്നു, അല്ലേ? അവർക്ക് കൊടുക്കുന്ന എക്യുപ്മെൻറ്റ്സിന് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഇല്ല. അങ്ങനെ കൊടുക്കുന്ന ഒരു നേതാവിനെ, അല്ലെങ്കിൽ അങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരാളെ നമുക്ക് എങ്ങനെയാണ് ചാണക്യൻ എന്ന് വിളിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരോടും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ആൾക്കാരോടും, നിങ്ങൾ ഇന്നത്തെ കാലത്തെ നേതാക്കന്മാർക്ക് ചാർത്തി കൊടുക്കുന്ന ഈ ചാണക്യൻ എന്ന് പറയുന്ന പട്ടത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അദ്ദേഹം അത്ര കണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നൊരു മനുഷ്യനാണ്. എങ്ങനെയാണ് ഒരു രാജ്യത്തിനെ കൃത്യമായിട്ടുള്ള പുരോഗതിയിലേക്ക് നയിക്കേണ്ടത് എന്നുള്ളത് ഒരു രാജാവിന് ഉപദേശിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭരണാധികാരികൾ മാത്രം ഉണ്ടായാൽ പോരാ, നല്ല ഭരണ ഉപദേശകർ കൂടി വേണം. ഉപദേശകരാണ് വേണ്ടത്, അല്ലാതെ സ്തുതിപാഠകരല്ല. നേരെ മറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്, ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിന് ചുറ്റും ഒരു വലയം ഉണ്ടാവുകയും ആ വലയം നിരന്തരം സദാ ഇവരെ പ്രകീർത്തിച്ചുകൊണ്ടും ഇവർ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള കൊള്ളയിതാമയും വളം വെച്ച് കൊടുത്തുകൊണ്ടും പ്രവർത്തിക്കുന്ന രീതിയാണ്. അങ്ങനെയുള്ള മനുഷ്യരെ, അങ്ങനെയുള്ള കൂട്ടങ്ങളെ ഒരിക്കലും ചാണക്യനെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ചാണക്യൻ കൃത്യമായിട്ടുള്ള രാജ്യസ്നേഹവും ധർമ്മബോധവും ഉള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എഴുതിയ പുസ്തകങ്ങളൊക്കെ തന്നെ അർത്ഥശാസ്ത്രം, നീതിശാസ്ത്രം എന്നൊക്കെയാണ് പേരിട്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ ഇന്നും രാഷ്ട്രീയത്തെയും ഡിപ്ലോമസിയൊക്കെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്ന ഭാരതത്തിലെ കുട്ടികൾ ഉൾപ്പെടെ വളരെ കൗതുകത്തോടു കൂടി വായിക്കുന്ന ഒന്നാണ്. ഒരു ഗ്രന്ഥം ഇത്ര കാലം കഴിഞ്ഞിട്ടും, അദ്ദേഹം ജീവിച്ചിരുന്നത് BC 300-ലാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ ഗ്രന്ഥങ്ങൾക്ക് ഇന്നും ഇന്നത്തെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉൾപ്പെടെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു മഹാത്മാവിൻ്റെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈവൻ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന രാജാവിന് ശത്രുക്കളിൽ നിന്നുള്ള വിഷബാധ ഏൽക്കാതിരിക്കാൻ വേണ്ടി രാജാവിന് ചെറിയ തോതിൽ വിഷം അദ്ദേഹം തന്നെ കൊടുത്തിരുന്നു അത്രേ, ചാണക്യൻ. എന്തിന്? ഈ ചെറിയ ചെറിയ അളവിലുള്ള വിഷം കഴിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ. ദൗർഭാഗ്യവശാൽ ഒരിക്കൽ അദ്ദേഹം ഈ കിട്ടുന്ന ഭക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു, ചന്ദ്രഗുപ്ത മൗര്യൻ. അങ്ങനെ ചന്ദ്രഗുപ്ത മൗര്യൻ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് ചാണക്യൻ അറിഞ്ഞില്ല. ചാണക്യൻ അറിഞ്ഞുകൊണ്ടും ചക്രവർത്തി അറിഞ്ഞുകൊണ്ടുമാണ് വിഷം കൊടുക്കുന്നത്. പക്ഷെ അദ്ദേഹം ഈ ഭക്ഷണം എടുത്ത് ഭാര്യയ്ക്ക് കൊടുക്കുന്നുള്ളത് ആരും കരുതിയില്ല. അങ്ങനെ ഗർഭിണിയായിരുന്ന ഭാര്യ ഇത് കെടുത്ത് കഴിക്കുകയാണ്. ഈ ഗർഭിണിയായിരുന്ന ഭാര്യ ചാണക്യൻ കൊടുത്ത, രാജാവിന് കൊടുത്ത ചെറിയ തോതിൽ വിഷം കലർത്തിയ ഭക്ഷണം കഴിക്കുകയും ആ രാജ്ഞി മരണപ്പെടുമെന്നൊരവസ്ഥ എത്തിയപ്പോൾ ഈ ചാണക്യൻ്റെ തന്നെ ഉപദേശപ്രകാരം ആ സ്ത്രീയുടെ വയറ് കീറി കുട്ടിയെ പുറത്തെടുക്കുന്നുണ്ട്. ആ കുട്ടിയാണ് പിന്നീട് ചന്ദ്രഗുപ്തൻ മൗര്യൻ്റെ പരമ്പരാഗത അവകാശിയായിട്ട് വീണ്ടും രാജാവാകുകയും ആ കുട്ടിക്ക് സ്വന്തം അമ്മയെ നഷ്ടപ്പെടുത്താൻ കാരണം ചാണക്യനാണെന്നുള്ള വേറൊരു ഇൻ്റർപ്രിട്ടേഷൻ വരികയും ചാണക്യനെതിരെ ഇവർ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സദാ കരുതലുണ്ടാവുകയും ആ രാജ്യത്തിൻ്റെ പുരോഗതി എൻ്റെ മാത്രം ധർമ്മമാണെന്ന് വിചാരിച്ച് സദാസമയവും ഊണും ഉറക്കമില്ലാതെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ചാണക്യൻ. അല്ലാതെ ചില ഗിമ്മിക്കുകൾ എന്ന് പറയുന്ന സോ കോൾഡ് അത് കാണിക്കുന്ന ആളുകളെയല്ല ചാണക്യനെന്ന് മനസ്സിലാക്കി വളർന്നു വരുന്ന കുട്ടികളെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനിട ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇത് കേട്ടിട്ടെങ്കിലും സ്വയം ചാണക്യനെന്ന് വിശ്വസിക്കുന്നവർ യഥാർത്ഥ ചാണക്യനെന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും. താങ്ക് യു. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല. സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ലഭിക്കും. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകൾ അടങ്ങിയ ജാതകം, നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക.